നമുക്കൊരു ചിത്രം വരയ്ക്കാം. ഞാനൊരു ബോൾ വരച്ച് അതിൻ്റെ മൂവ്മെൻ്റാണ് അനിമേഷനായി ചെയ്യുന്നത്. ഇതിനായി ടൂൾ ബോക്സിലെ പെൻ ടൂൾ സെലക്ട് ചെയ്യുന്നു. ഇതിൻ്റെ വിഡ്ത്ത് നമുക്ക് ആവശ്യാനുസരണം കൂട്ടാനും കുറയ്ക്കാനും സാധിക്കും. ഇവിടെ 100 വിഡ്ത്ത് എടുത്തിരിക്കുന്നത്. അതുപോലെ നമ്മൾ വരയ്ക്കുന്ന പെന്നിൻ്റെ ഡീഫോൾട്ടായിട്ട് കളർ ഇപ്പോൾ ബ്ലാക്ക് ആണ്. എനിക്കൊരു റെഡ് കളർ ആവശ്യമാണ്. അപ്പോൾ ഞാൻ ഈ കളർ പാലറ്റിൽ നിന്ന് റെഡ് കളർ സെലക്ട് ചെയ്തിട്ടുണ്ട്. ഇനി ഈ ക്യാൻവാസ് ഏരിയയിൽ എനിക്കൊന്ന് ക്ലിക്ക് ചെയ്ത് ബോൾ വരയ്ക്കാവുന്നതാണ്. അപ്പോൾ ഞാൻ ക്ലിക്ക് ചെയ്തുകൊണ്ട് അവിടെ ഒരു ബോൾ വരച്ചിട്ടുണ്ട്. ഇത് 1ാമത്തെ ഫ്രെയിമിലാണ് ഞാൻ ഈ ബോളിനെ വരച്ചിരിക്കുന്നത്. ഒരു അനിമേഷൻ ചെയ്യുമ്പോൾ വ്യത്യസ്ത ഫ്രെയിമുകളിൽ ചിത്രങ്ങൾ വരച്ച് അവയെ ഒരു പ്രത്യേക വേഗതയിൽ ചലിപ്പിച്ചാലാണ് അവയ്ക്ക് ജീവനുള്ളതായി ചലിക്കുന്നതായി നമുക്ക് തോന്നുക. ഇതിനായി 2ാമത്തെ ഒരു പുതിയ ഫ്രെയിം ഞാൻ ആഡ് ചെയ്യുന്നു. ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്തുകൊണ്ട് പുതിയ ഒരു ഫ്രെയിം ആഡായി. ഇപ്പോൾ നിങ്ങൾക്ക് ഒരു മങ്ങിയ നിറത്തിൽ കാണുന്നത് തൊട്ട് മുമ്പുള്ള ഫ്രെയിമിലെ ചിത്രമാണ്. ഈ ടൂൾ ബോക്സിന് താഴെയുള്ള ഓണിയൻ സ്കിന്നിലെ പ്രീവിയസ് ഫ്രെയിംസ് എന്നത് ഓൺ ആക്കി വെച്ചാൽ മാത്രമാണ് നമുക്ക് ഇത്തരത്തിലുള്ള ഓണിയൻ സ്കിൻ, അതായത് പ്രീവിയസ് ഫ്രെയിമുകൾ, അതുപോലെ തന്നെ തൊട്ടടുത്തുള്ള ഫ്രെയിം നെക്സ്റ്റ് ഫ്രെയിമുകൾ നമുക്ക് കാണാൻ സാധിക്കുകയുള്ളൂ. ഇതിൽ ക്ലിക്ക് ചെയ്തുകൊണ്ട് ഈ നെക്സ്റ്റ് ഫ്രെയിം നമുക്ക് ഓപ്പൺ ആക്കാൻ സാധിക്കും. മീൻസ് അതിൻ്റെ ചിത്രങ്ങൾ വരച്ചിട്ടുണ്ടെങ്കിൽ അത് കാണാൻ സാധിക്കും. പ്രീവിയസ് ഫ്രെയിം എത്ര എണ്ണം വരെ കാണണം എന്നുണ്ടെങ്കിൽ ഇവിടെ നമുക്ക് ക്രമീകരിക്കാം. ഞാനിവിടെ 2 ആണ് ക്രമീകരിച്ചിരിക്കുന്നത്. നമുക്കൊരു പുതിയ ഫ്രെയിം ആഡ് ചെയ്യാം. ഇപ്പോൾ ഓൾറെഡി ഒരു 2ാമത്തെ ഫ്രെയിം ആഡ് ആയിട്ടുണ്ട്. ഞാൻ ഈ ടൂൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ തൊട്ടടുത്തായി ഒരു ബോൾ കൂടി വരയ്ക്കുന്നു. ഇപ്പോൾ 1ാമത്തെ ഫ്രെയിമിൽ വരച്ചത് ഇവിടെ കാണുന്നു, 2ാമത്തെ ഫ്രെയിമിൽ വരച്ചത് തൊട്ട് താഴെ. ഇനി പുതിയൊരു ഫ്രെയിം ആഡ് ചെയ്യുന്നു. കണ്ടോ, പുതിയ ഫ്രെയിം ആഡ് ചെയ്തപ്പോൾ തൊട്ട് മുമ്പ് വരച്ച 2 ഫ്രെയിമിലെ ബോളുകൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാൻ 3ാമത്തെ ബോൾ വരച്ചു. വീണ്ടും 4ാമതൊരു ഫ്രെയിം ആഡ് ചെയ്തു. 4ാമത്തെ ഫ്രെയിം ആഡ് ചെയ്യുമ്പോൾ 2ാമത്തെയും 3ാമത്തെയും ബോൾ നമുക്ക് കാണാൻ സാധിക്കുന്നുണ്ട്. ഇങ്ങനെ ഓരോ ഫ്രെയിമുകളിലും ആഡ് ചെയ്ത് ചിത്രങ്ങൾ വരയ്ക്കുക. ഈ ബോൾ താഴെ വന്ന് തട്ടി മുകളിലേക്ക് തിരിച്ചു പോകുന്ന പോലെയാണ് ഞാൻ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഇപ്പോൾ 6 ഫ്രെയിം ഞാൻ ചെയ്തിട്ടുണ്ട്. ഈ 6 ഫ്രെയിം ചെയ്തത് ഒന്ന് വർക്ക് ചെയ്ത് നോക്കാം. ഒരു പ്ലേ ബട്ടൺ ഉണ്ട്. ഈ പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യാം. ഓക്കെ, പ്ലേ ബട്ടണിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ ബോൾ ഇതാ മുകളിൽ നിന്ന് താഴേക്ക് വീഴുന്നതായിട്ടുള്ള ഒരു അനിമേഷൻ തയ്യാറായിട്ടുണ്ട്. ഇവിടെ FPS എന്ന് ഉദ്ദേശിക്കുന്നത് 12 FPS എന്ന് കാണാം. FPS എന്ന് പറയുന്നത് ഫ്രെയിം പെർ സെക്കൻഡാണ്. ഒരു സെക്കൻഡിൽ എത്ര ഫ്രെയിമുകളാണ് ചലിക്കേണ്ടത് എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. FPSൻ്റെ വാല്യൂ നമുക്കൊന്ന് 6 ആക്കി നോക്കാം. ഞാൻ 6 ആക്കുന്നു. ഇനി ഒന്ന് പ്ലേ ചെയ്യാം. ഇപ്പോൾ ഒരു സെക്കൻഡിൽ 6 ഫ്രെയിമുകൾ എന്ന രീതിയിലേക്ക് മാറിയിട്ടുണ്ട്. അപ്പോൾ അതിനനുസരിച്ച് മാറ്റങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും. ഞാനൊരു പുതിയ ഫ്രെയിം കൂടി ആഡ് ചെയ്യുകയാണ്. ഞാനിവിടെ പ്ലസ് ക്ലിക്ക് ചെയ്ത് ഒരു പുതിയ ഫ്രെയിം ആഡ് ചെയ്തു. അതിൽ വീണ്ടും ബോൾ തട്ടി മുകളിലേക്ക് പോകുന്ന രീതിയിലേക്ക് ആണ് ഉദ്ദേശിക്കുന്നത്. വീണ്ടും അടുത്തൊരു ഫ്രെയിം ആഡ് ചെയ്യുന്നു. അതിലും ഞാൻ ബോളിൻ്റെ ചിത്രം ഒന്ന് ക്ലിക്ക് ചെയ്ത് വരുത്തുന്നു. ഇത്തരത്തിൽ ഈ ബോൾ തെറിച്ചു പോകുന്ന രീതിയിൽ തന്നെ ഫ്രെയിമുകൾ ആഡ് ചെയ്ത് ചിത്രങ്ങൾ വരച്ചുകൊണ്ട് നമുക്ക് ഈ അനിമേഷൻ ഒന്ന് പൂർത്തീകരിക്കാം. ഇപ്പോൾ ഞാൻ 12 ഫ്രെയിമാണ് ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുള്ളത്. ഈ 12 ഫ്രെയിമിലും ചിത്രങ്ങൾ വരച്ചിട്ടുണ്ട്. ഞാൻ ബോളാണ് വരച്ചത്. ഈ പെൻസിലിൻ്റെ വിഡ്ത്ത് 100 ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്താൽ തന്നെ ആ ബോളിൻ്റെ ഷേപ്പ് വരും. അതാണ് ഞാൻ ഈ ഒരു ഷേപ്പ് എടുക്കാൻ കാരണം. നമുക്കിത് വർക്ക് ചെയ്ത് നോക്കിയേക്കാം. ഇതാ പ്ലേ ബട്ടൺ ക്ലിക്ക് ചെയ്യുന്നു. ബോൾ തട്ടി തിരിച്ച് പോകുന്നുണ്ട്. ഈ ബോൾ ഈ സീനിൽ നിന്ന് പുറത്തേക്ക് പോകുന്ന രീതിയിലേക്ക് വരണമെങ്കിൽ നമുക്കൊരു 2 ഫ്രെയിം കൂടി ആഡ് ചെയ്യാം. ഞാൻ വീണ്ടും ഇവിടെ പ്ലസ് ക്ലിക്ക് ചെയ്ത് ഒരു ഫ്രെയിം ആഡ് ചെയ്തു. പുറത്തേക്ക് ഒരു ബോൾ വരച്ചിട്ടുണ്ട്. വീണ്ടും ഒരു ഫ്രെയിം ആഡ് ചെയ്തു. ഇവിടെ ഞാൻ വരച്ചിട്ടുണ്ട്. ആക്ച്വലി ഈ പുറമേയുള്ള ബോൾ നമുക്ക് കാണാൻ സാധിക്കില്ല. നമുക്ക് ഈ ഫ്രെയിമിൻ്റെ അകത്തുള്ള ഈ ക്യാൻവാസിൻ്റെ ഉള്ളിലുള്ള ചിത്രങ്ങൾ മാത്രമായിരിക്കും കാണാൻ സാധിക്കുക. ഒന്ന് പ്ലേ ചെയ്യാം. ഓക്കെ, പ്ലാൻ ചെയ്യുമ്പോൾ ബോൾ പുറത്തേക്ക് പോകുന്ന പോലെ നമുക്കൊരു അനിമേഷൻ തയ്യാറാക്കാൻ സാധിച്ചിട്ടുണ്ട്. നമ്മൾ തയ്യാറാക്കിയ ഈ അനിമേഷൻ നമുക്കൊന്ന് എക്സ്പോർട്ട് ചെയ്യാം. ഇതിനായി ഫയൽ,
എക്സ്പോർട്ട്, അതിൽ മൂവി സെലക്ട് ചെയ്യുക. നമുക്ക് എക്സ്പോർട്ട് ചെയ്യേണ്ട ലൊക്കേഷൻ എവിടേക്കാണ് എക്സ്പോർട്ട് ചെയ്യേണ്ടത്? ഞാൻ തൽക്കാലം ബ്രൗസ് ചെയ്ത് ഡെസ്ക്ടോപ്പിലേക്കാണ് എക്സ്പോർട്ട് ചെയ്യുന്നത്. ഫയൽ നെയിം ഞാൻ ബോൾ എന്ന് നൽകി ദെൻ സേവ് കൊടുക്കുന്നു. തുടർന്ന് ഈ എക്സ്പോർട്ട് വിൻഡോയിൽ മാറ്റങ്ങളൊന്നും ഞാൻ വരുത്തുന്നില്ല. താഴെ ഓക്കെ നൽകുന്നു. ഇവിടെ എക്സ്പോർട്ടിംഗ് കഴിഞ്ഞിട്ടുണ്ട്. ഫിനിഷ് എന്ന മെസ്സേജ് വന്നിട്ടുണ്ട്. ഓപ്പൺ മൂവി നൗ എന്ന് ചോദിക്കുന്നു. നമുക്ക് വേണമെങ്കിൽ ഇവിടെ നിന്നുകൊണ്ട് തന്നെ ആ വീഡിയോ പ്ലേ ചെയ്യിക്കാം. ഞാൻ യെസ് കൊടുക്കുന്നു. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ തയ്യാറാക്കിയ അനിമേഷൻ പൂർത്തിയായിട്ടുണ്ട്. ഈ രീതിയിൽ പെൻസിൽ 2D ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെറിയ അനിമേഷനുകൾ തയ്യാറാക്കാവുന്നതാണ്.